ഓഫീസിൽ നേരത്തെ എത്തിയ അഥർവ് എന്തൊക്കെയോ മെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിയൂൺ രമേശേട്ടൻ അവൻ്റെ അടുത്തേക്ക് കയറി വന്നത്. മോനെ, ഒരു വിസിറ്ററുണ്ട്. രമേശേട്ടൻ പറഞ്ഞതും അഥർവ് മുഖമുയർത്തി നോക്കി. ആരാണ് രമേശേട്ടാ? അല്ല, അത് പിന്നെ. അയാൾ വാക്കുകൾക്കായി പരതിയപ്പോൾ അഥർവിൻ്റെ നെറ്റി ചൊളിഞ്ഞു. എന്തുപറ്റി രമേശേട്ടാ? ആരാണിത്ര രാവിലെ എന്നെ കാണാൻ വന്നിരിക്കുന്നത്? അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ ക്യാബിന്റെ ഡോർ തുറന്നു. അധികാരഭാവത്തിൽ ഒരുവൾ അകത്തേക്ക് കയറി വന്നു. അവളെ കണ്ടതും അതർ വിരുപ്പിടത്തിൽ നിന്നും ചാടി എണീറ്റു. ഇവളെയൊക്കെ എന്റെ റൂമിലേക്ക് കയറ്റിവിടാൻ തനിക്കാരാണ് അധികാരം തന്നത്? അവൻ അലറിക്കൊണ്ട് രമേശിന് നേരെ ശബ്ദമുയർത്തി. ഞാനിവിടെ കുടിയിരിക്കാനായിട്ട് വന്നൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്കൊന്ന് വന്നതാ. അവൾ ഒട്ടും കൂസാതെ പറഞ്ഞു. ഈ കാര്യം കഴിഞ്ഞാലങ്ങ് പൊക്കോളാം. ബഹളം വെക്കണ്ട മിസ്റ്റർ. ജ്യോതി പറഞ്ഞതും അഥർവ് കൈമുഷ്ടി ചുരുട്ടി പല്ല് ഞെരിച്ചുകൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ജ്യോതി മുന്നോട്ട് വന്ന് അവന്റെ മുമ്പിൽ കിടന്ന കസേരയിലിരുന്നു. കാലിന്മേൽ കാലും കയറ്റിവെച്ച് അഹങ്കാരത്തോടെ ഇരിക്കുന്ന അവളെ കണ്ടതും അഥർവ് കൈമുഷ്ടി ചുരുട്ടി മേശമേൽ ആഞ്ഞിടിച്ചു. ഇറങ്ങിപ്പൂടി. അവൻ വീണ്ടും അലറിയതും അവൾ ചുണ്ടുകോട്ടിക്കൊണ്ട് അവനെ നോക്കി പരിഹസിച്ചു. മിസ്റ്റർ അദർ, ഇയാളോട് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അത് കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാന്നു. താൻ ഓവർ സ്മാർട്ട് ആകാൻ നോക്കൊന്നും വേണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. അവൾ രമേശ് ചേട്ടനെ ഒന്ന് നോക്കിയതും അയാൾ വേഗം തന്നെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയി. അഥർവ് ശ്വാസം അടക്കി പിടിച്ച് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. നിനക്കെന്താടി എന്നോട് പറയാനുള്ളത്? സിമ്പിൾ. എനിക്കെൻ്റെ മകനെ കിട്ടണം. അവൾ അത് പറഞ്ഞതും അഥർവ് അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാനായി കൈ ഓങ്ങിയതാണ്. പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് അവൻ കൈ പിൻവലിച്ചു. എന്നിട്ട് അവളെ വീണ്ടും ദേഷ്യത്തോടെ നോക്കി. നിന്റെ കുഞ്ഞോ? അവൻ പുച്ഛഭാവത്തിൽ അവളെ നോക്കി. എടി, പ്രസവിച്ചെന്ന് കരുതി ഒരിക്കലും ഒരു സ്ത്രീ അമ്മയാകണമെന്നില്ല. പാലുകുടി പോലും മാറാത്ത എന്റെ പാവ ആര്യൻകുട്ടനെ ഒരു ദാക്ഷിണ്യവും കൂടാതെ കളഞ്ഞിട്ട് പോയവളാ നീ. നിന്നെപ്പോലെയുള്ള മൂന്നാംകിട പെണ്ണുങ്ങൾ കാരണം അടി ഇന്നീ സമൂഹത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥരായി പോകുന്നത്. പൊന്നു പോലെയുള്ള കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ വീണ്ടും വന്നേക്കുന്നു. നാണം കെട്ട ജന്തു, ഇറങ്ങിപ്പോടി. അവൻ ഡോറിലേക്ക് വിരൽ ചൂണ്ടി അലറി. സോറി അദർ, എനിക്കെന്റെ മോനെ കിട്ടണം. അവൻ ഇനി മുതൽ എന്റെ കൂടെയാണ് വളരേണ്ടത്. താൻ വരെ കല്യാണം കഴിച്ചില്ലേ? തനിക്കിനി വേറെയും മക്കളുണ്ടാകും. അപ്പോൾ എന്റെ കുഞ്ഞവിടെ ആർക്കും ഒരു ബാധ്യതയാവാൻ ഇടവരരുത്. ഓഹോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നിട്ടാണോ ഡി അവനൊരു വയസ്സുപോലും ആകും മുന്നേ വലിച്ചെറിഞ്ഞിട്ട് പോയത്? എന്നിട്ട് ഇപ്പോഴുള്ള നിൽപ്പും പ്രസംഗവും കണ്ടില്ലേ? നീയായിട്ട് ഇറങ്ങിപ്പോകുന്നോ? അതോ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് പുറത്താക്കണോ? ഓ, ഭീഷണിപ്പെടുത്തുവാണോ? അവൾ അഥർവിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചി, എഴുന്നേക്കടി. അഥർവ് ഒരൊറ്റ അലർച്ചയായിരുന്നു. അതോടെ ജ്യോതി ഭയന്നാണെങ്കിലും കസരയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. ഇനി മേലിൽ നീ ഇതും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നു പോകരുത്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ എന്റെ പ്രതികരണം ഇതുപോലെ ആയിരിക്കില്ല. അതർ, എനിക്കെന്റെ മോനെ വേണം. ഞാൻ അവനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നതുപോലും. നടക്കില്ല ജ്യോതി. എന്തുകൊണ്ട് നടക്കില്ല? അത്ര ഞാൻ നാളെ വരും. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകും. വിത്ത് മൈ എവിഡൻസ്. കാണാം. ഇയാൾ വേറെ കല്യാണം കഴിച്ചില്ലേ? ഒരു കിളുന്ത് പെണ്ണിനെയാണ് കിട്ടിയതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് നിനക്കെന്താടി? ഞാൻ കല്യാണം കഴിക്കും. എനിക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാകും. അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലടി. ആയിക്കോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമല്ലായിരിക്കാം. പക്ഷെ എൻ്റെ കുഞ്ഞ്, അവൻ എനിക്ക് വേണം. അതിൽ യാതൊരു മാറ്റവുമില്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ കൊണ്ടുപോടി. അത്രയ്ക്ക് ധൈര്യമുള്ളവളാണ് നീയെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് വാടി. വന്നിട്ട് നീ അവനെ കൊണ്ടുപോകും. അവൻ അവളെ പരസ്യമായി വെല്ലുവിളിച്ചു. ജ്യോതി വീണ്ടും എന്തൊക്കെയോ പറയാനായി തുടങ്ങിയതും അഥർവ് കൈയുയർത്തി അവളെ വിലക്കി. നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ. ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ആ ഓഫീസ് മുറി നടുങ്ങും വിധം ഉച്ചത്തിലായിരുന്നു അവൻ അലറിയത്. അതോടെ ജ്യോതി ഒരക്ഷരം മിണ്ടാതെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അഥർവ് തന്റെ കസേരയിലേക്ക് തളർന്നിരുന്നു. തല പിന്നിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് അവൻ അങ്ങനെ തന്നെ കുറേ നേരം ഇരുന്നു. ദേഷ്യവും സങ്കടവും ക്ഷോഭവും ഒക്കെ ചേർന്ന് വല്ലാത്തൊരു തരം വികാര വിക്ഷോഭമായിരുന്നു ആ സമയത്ത് അവനുള്ളിൽ. ഒപ്പം അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത്
ആര്യൻകുട്ടനായിരുന്നു. കലുഷിതമായ മനസ്സോടെ അഥർവ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം. പരസ്യമായി ജ്യോതിയെ വെല്ലുവിളിക്കാൻ തോന്നിയ നിമിഷത്തെ അവൻ സ്വന്തം മനസ്സുകൊണ്ട് ശപിച്ചു. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ ഉള്ളിൽ അവളോടുള്ള കലിപ്പ് ഒട്ടും അടങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഒരുവിധം അവൻ അന്നേ ദിവസം ഓഫീസ് മുറിയിൽ കഴിച്ചുകൂട്ടി. ചിന്തകൾ പല വഴിക്ക് പാഞ്ഞെങ്കിലും അവൻ മനസ്സിനെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ച് വരുതിയിലാക്കി. പതിവ് പോലെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അവൻ നേരെ പോയത് ശ്രീനന്ദയുടെ കോളേജിലേക്കാണ്. അവനെയും കാത്ത് കോളേജിന് മുന്നിലെ ഗേറ്റിനരികിൽ ശ്രീനന്ദൻ നിൽപ്പുണ്ട്. അഥർവിനെ കണ്ടതും അതീവ സന്തോഷത്തോടെ അവൻ അവിടത്തേക്ക് ഓടിയെത്തി. കാറിന്റെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് കയറിയിരുന്ന അവൾ സീറ്റ് ബെൽറ്റ് വലിച്ചിടുന്നതിനിടയിൽ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അഥർവ് അവളുടെ മുഖത്തെ നിറഞ്ഞ ചിരിക്ക് പകരം തികച്ചും വിളറിപ്പോയൊരു ചിരി സമ്മാനിക്കാൻ മാത്രമേ ആ സമയം അഥർവിന് കഴിഞ്ഞുള്ളൂ. അവന്റെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരുന്ന ചിന്തകൾ അത്രമാത്രം ഭാരമേറിയതായിരുന്നു. അഥർവിന്റെ മുഖത്തെ തെളിച്ചക്കുറവ് ശ്രീനന്ദയും ശ്രദ്ധിച്ചു. അല്പനേരം മുന്നോട്ട് പോയിട്ട് അവനോട് അതേപ്പറ്റി ചോദിക്കാമെന്ന് കരുതി അവൾ ശാന്തമായിരുന്നു. എന്നാൽ വണ്ടി കുറച്ചു ദൂരം പോയിട്ടും അഥർവ് പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ശ്രീനന്ദയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി. ഇടയ്ക്കിടയ്ക്ക് അവൾ അവനെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട്. എന്തു പറ്റിയേട്ടാ? ഞാൻ കയറിപ്പോകുമ്പോൾ ശ്രദ്ധിക്കുകയാണ്. ഏട്ടനും വല്ലാത്തൊരു ടെൻഷൻ പോലെ. എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? പനിയുണ്ടോ എന്നവൾ ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല ശ്രീനന്ദേ, അതൊക്കെ നിനക്ക് തോന്നാവൂ. അഥർവ് അവളെ നോക്കാതെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീനന്ദ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ അല്പനേരം ആലോചനയോടെ ഇരുന്നു. ഏട്ടന്റെ സ്വരമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? സാധാരണ നമ്മൾ ഇങ്ങനെ അല്ലല്ലോ സംസാരിക്കാറ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ശ്രീനന്ദ വളരെ ആർദ്രമായിട്ടാണ് അവനോട് ചോദിച്ചത്. നിനക്കെന്താ ശ്രീനന്ദേ, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര നേരമായി ഞാൻ പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന്. പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അഥർവ് ശബ്ദമുയർത്തിയപ്പോൾ ശ്രീനന്ദ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ഏട്ടാ, അതിന് എന്തിനാണ് എന്നോടിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൾ വിതുമ്പി. തന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രകോപനവും കൂടാതെ അഥർവ് കാണിച്ച ഈ ദേഷ്യം ശ്രീനന്ദയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നിട്ടും അവൾ തീർത്തും സൗമ്യമായി തന്നെയാണ് അവനോട് ചോദിച്ചത്. ഒരു നിമിഷം അഥർവിനും വല്ലാത്തൊരു കുറ്റബോധം തോന്നി. തന്റെ ഉള്ളിലെ പ്രക്ഷുബ്ധമായ ചിന്തകളൊന്നും അറിയാത്ത ശ്രീനന്ദയോട് ഇത്രയും ദേഷ്യപ്പെടേണ്ടി ഇരുന്നില്ലെന്ന് അവനോർത്തു. എന്നോട് ക്ഷമിക്കണം നന്ദ, അഥർവ് പശ്ചാത്താപത്തോടെ പറഞ്ഞു. ശ്രീനന്ദ പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. അവളുടെ കൺകോണിൽ ഉരുണ്ടു കൂടിയ മിഴിനീർ തുള്ളികൾ അവൻ കാണാതെ അവൾ കൈവിരലുകളായി മെല്ലെ തുടച്ചു മാറ്റി. എന്നത്തെയും പോലെ അവരുടെ കാറ് വീടിന്റെ മുറ്റത്തേക്ക് വന്ന് കയറുമ്പോൾ പൂന്തോട്ടത്തിൽ തന്നെ ഇന്ദിരയും മാധവനും ആര്യൻകുട്ടനും ഉണ്ട്. ശ്രീനന്ദ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ അവർക്കടുത്തേക്കാണ് പോയത്. അഥർവാകട്ടെ അവരെ ആരെയും ശ്രദ്ധിക്കാതെ നേരെ അകത്തേക്ക് നടന്നു. അവന്റെ ആ പെരുമാറ്റം ഇന്ദിരയിൽ ചില സംശയങ്ങളുണ്ടാക്കി. സാധാരണ ഇരുവരും ഗാർഡനിൽ വന്ന് ഇത്തിരി നേരം സംസാരിച്ച ശേഷം ആര്യൻകുട്ടനെയും കൂട്ടിയാണ് അകത്തേക്ക് കയറി പോകാറുള്ളത്. വാടിയ മുഖത്തോടെ വരുന്ന നന്ദയെ ഇന്ദിര സങ്കടത്തോടെ നോക്കി. എന്തു പറ്റുമോളെ, എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അവർ തിരക്കി. അതമ്മേ, എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട്. ഇന്ദിരയ്ക്ക് മുഖം കൊടുക്കാതെ ആര്യനെ നോക്കിക്കൊണ്ട് ശ്രീനന്ദ പറഞ്ഞപ്പോൾ അതിലെന്തൊക്കെയോ ഒളിച്ചുകളിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അവർ കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. എന്നാൽ മോള് വേഗം പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വാ. അമ്മ നല്ലൊരു കാപ്പി ഉണ്ടാക്കി തരാം. വാ ആര്യ, നമുക്ക് മുകളിലേക്ക് പോകാം. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ആര്യന്റെ കൈ പിടിച്ചു. അവൻ അവിടെ നിന്നോട്ടെ മോളെ. അവന്റെ യൂണിഫോം ഒക്കെ മാറ്റി അമ്മ അവനെ ഒരുക്കിക്കോളാം. മോള് പോയിക്കോ. ഇന്ദിര പറഞ്ഞപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞ് മാധവനെ ഒന്ന് നോക്കി ചിരിച്ച് ശ്രീനന്ദ മുകളിലെ മുറിയിലേക്ക് പോയി. റൂമിലെത്തിയിട്ടും ശ്രീനന്ദയ്ക്ക് മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. യാതൊരു കാര്യവുമില്ലാതെ അതിർവേട്ടൻ എന്തിനാവും എന്നോട് ദേഷ്യപ്പെട്ടത്? അവൾ ആ ചോദ്യം സ്വയം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മുറിയുടെ വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം കേട്ടത്. ശ്രീനന്ദ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് അതിർഭാഗത്തേക്ക് കയറി വരുന്നതാണ്. മുഖത്ത് ചെറിയൊരു പിണക്കം വരുത്തിക്കൊണ്ട് ശ്രീനന്ദ ജനലഴികളിലൂടി പുറത്തേക്ക് നോക്കി അങ്ങനെ തന്നെ നിന്നു. അതർവ് മെല്ലെ അവളുടെ പിന്നിലൂടി വന്ന് അവളുടെ അരയിലൂടി കൈകൾ ചുറ്റിപ്പിടിച്ച് ആ തോളിലേക്ക് മുഖം പൂഴ്ത്തി. പെട്ടെന്നായതുകൊണ്ട് ശ്രീനന്ദയും വല്ലാണ്ട് പതറിപ്പോയി. അവൾ അവന്റെ പിടിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഥർവിന്റെ കൈകൾ കൂടുതൽ മുറുക്കത്തോടെ
അവളെ ചേർത്ത് പിടിക്കാനുണ്ടായത്. ഒപ്പം കഴുത്തിലേക്ക് പടരുന്ന അവന്റെ ശ്വാസം. അതുകൂടിയായപ്പോൾ ശ്രീനന്ദയ്ക്കെന്തോ വല്ലാത്തൊരു അനുഭൂതി തോന്നി. ഏട്ടാ മാറ്, ഞാൻ യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല, ആകെ വിയർത്തു നിൽക്കുക. അവൾ എന്തൊക്കെയോ പറഞ്ഞ് അവനെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അഥർവ് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവളുടെ തോളിൽ മുഖം പൂഴ്ത്തി അങ്ങനെ തന്നെ നിന്നു. അല്പനേരം ആ അവസ്ഥയിൽ തുടർന്ന ശേഷമാണ് അവൻ പതിയെ മുഖം ഉയർത്തിയത്. ശേഷം ഇരു കൈകൊണ്ടും അവളുടെ മുഖം കോരിയെടുത്ത് ആ ഊമനത്തമുള്ള മുഖത്തേക്ക് അവൻ നോക്കി. സോറി നന്ദ, എനിക്കറിയാം ഞാൻ എങ്ങനെ സംസാരിച്ചത് നിനക്ക് വലിയ വിഷമമായിരുന്നു. എനിക്ക് മനസ്സിലായി. ബിസിനസ്സിലെ ചില പ്രശ്നങ്ങളുടെ വല്ലാത്തൊരു പ്രഷറിലായിരുന്നു ഞാൻ. അതിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. എന്നോട് ദയവായി ക്ഷമിക്കണം. തികച്ചും താഴ്ന്ന സ്വരത്തിൽ അഥർവ് പറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ ശ്രീനന്ദ അവനെ മെല്ലെ കെട്ടിപ്പിടിച്ച് അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. സാരമില്ല ഏട്ടാ, എനിക്ക് മനസ്സിലാകും. പക്ഷേ ഏട്ടൻ പെട്ടെന്ന് അങ്ങനെ ചൂടായപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം എനിക്ക് പിണക്കമൊന്നുമില്ല. ശ്രീനന്ദ പെട്ടെന്ന് തന്നെ മുഖത്ത് സന്തോഷം വരുത്തിക്കൊണ്ട് പറഞ്ഞു. അവളോട് സംസാരിച്ച് അഥർവ് പുറത്തേക്ക് പോയി. അതേസമയം അഥർവുമായുള്ള സംസാരത്തിന് ശേഷം ജ്യോതി നേരെ അതീവ ദേഷ്യത്തോടെ അവളുടെ കാറിലേക്ക് ചെന്നിരുന്നു. അല്പനേരം ആലോചനയോടെ കാറിലിരുന്ന ശേഷം അവൾ പെട്ടെന്ന് തന്നെ തോളിക്കിടുന്ന ഹാൻഡ് ബാഗിൽ നിന്നും ഫോൺ എടുത്തു. അതിൽ അഡ്വക്കേറ്റ് രാജശേഖരൻ തമ്പി എന്ന് സേവ് ചെയ്തിട്ട നമ്പറിലേക്ക് അവൾ കോൾ ചെയ്തു. അവരുടെ ഒരു റിലേറ്റീവ് കൂടിയാണ് രാജശേഖരൻ തമ്പി. 3-4 ബെല്ലുകൾക്കപ്പുറം ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞതും ജ്യോതിയുടെ മുഖം തിളങ്ങി. ഹലോ അങ്കിൾ, അങ്കിൾ എവിടെയായിപ്പോ? ജ്യോതി ചോദിച്ചു. എന്തുപറ്റി മോളെ, എന്താ നിനക്കൊരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല അങ്കിൾ, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം. കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ട്. ഞാനെൻ്റെ ഓഫീസിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. ശരി. അതും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്ത് ജ്യോതി നേരെ കാറും എടുത്ത് പോയത് രാജശേഖരൻ തമ്പിയുടെ ഓഫീസിലേക്കാണ്. അവളോട് ചെന്നപ്പോൾ അയാൾ മറ്റേതോ കക്ഷികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 10-15 മിനിറ്റോളം പുറത്ത് വെയിറ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹത്തെ അവൾക്ക് കാണാൻ സാധിച്ചത്. വല്ലാത്തൊരു വീർപ്പുമുട്ടലോടെ തനിക്ക് മുന്നിലിരിക്കുന്ന ജ്യോതിയെ സൂക്ഷിച്ചു നോക്കി രാജശേഖരൻ. എന്താ മോളെ, നീ ഇതുവരെ കാര്യം പറഞ്ഞില്ലല്ലോ? അപ്പോഴേക്കും രാജശേഖരന്റെ ഓഫീസിലെ പ്യൂണ് ഒരു ഗ്ലാസ് വെള്ളം ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ജ്യോതി ധൃതിയിൽ അതെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചുകൊണ്ട് ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചു. പിന്നെ മുഖമൊന്ന് അമർത്തി തുടച്ച ശേഷം രാജശേഖരനെ നോക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ നിനക്ക് നിന്റെ മകനെ അഥർവിന്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങണമല്ലേ? എല്ലാം കേട്ട ശേഷം രാജശേഖരൻ ഒന്നുകൂടി എടുത്തു ചോദിച്ചു. അതെങ്കിൽ അയാൾ വേറെ വിവാഹം കഴിച്ചു. അയാൾക്കിപ്പോൾ പുതിയ ഭാര്യയുണ്ട്. ഇനി എൻ്റെ കുഞ്ഞ് അയാൾക്കൊപ്പം അവിടെ നിൽക്കണ്ട. ജ്യോതി പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാവുന്ന രാജശേഖരൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ അവളോട് ആവശ്യപ്പെട്ടു. ഉറപ്പായും നാളെ തന്നെ നീ ആഗ്രഹിച്ചതുപോലെ ഒരു നോട്ടീസ് നിന്റെ കയ്യിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് അവിടേക്ക് കയറിച്ചെല്ലാം. ഒരുത്തനും നിന്നെ തടയില്ല. രാജശേഖരൻ ഉറപ്പ് നൽകിയപ്പോൾ ജ്യോതിയുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി തെളിഞ്ഞു. താങ്ക് യു അങ്കിൾ, നീ സമാധാനമായിട്ട് പോമോളെ, അദ്ദേഹം അവളോട് പറഞ്ഞു. രാജശേഖരന്റെ ഓഫീസിൽ നിന്നും തിരികെ പോകുമ്പോൾ അതുവരെ അനുഭവിച്ച വീർപ്പുമുട്ടലോ ദേഷ്യമോ ഒന്നും തന്നെ ജ്യോതിക്കില്ലായിരുന്നു. പകരം അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത്. നന്ദ ഫ്രഷായി താഴേക്ക് ചെന്ന് കോഫി കുടിച്ച ശേഷം മടങ്ങിയെത്തി റൂമിലിരുന്ന് തുടർന്ന് പഠിക്കാനുള്ള പുസ്തകങ്ങൾ കയ്യിലേക്കെടുത്ത് പഠിക്കാൻ തുടങ്ങി. എന്നാൽ പഠിച്ചു കഴിഞ്ഞ് താഴെ ചെന്നിട്ടും ശ്രീനന്ദ അഥർവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവന്റെ മുഖത്ത് അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്താണെന്ന് അവൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിഷമവും ടെൻഷനും എല്ലാം കൂടിക്കലർന്ന ഒരു മുഖമായിരുന്നു അവൻ്റേത്. അതുവരെ അഥർവിനെ ഇങ്ങനൊരു രീതിയിൽ താൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ശ്രീനന്ദ മനസ്സിൽ ചിന്തിച്ചു. അതേസമയം ഇന്ദിര വിചാരിച്ചത് അവർ തമ്മിൽ എന്തോ ചെറിയ സൗന്ദര്യ പിണക്കം ഉണ്ടെന്നാണ്. അവർ പരസ്പരം സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ ഒന്നും അവർ കണ്ടില്ല. പെട്ടെന്ന് എന്താണ് തൻ്റെ കുട്ടികൾക്ക് പറ്റിയത്? കണ്ണ് തട്ടിയതാണോ ഈശ്വര? ഇന്ദിര അതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭവാനിയമ്മ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ച മാമ്പഴം
എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. ലിവിംഗ് റൂമിലിരുന്ന അഥർവിന്റെ മുന്നിലെ ചെറിയ ടേബിളിലേക്ക് വെച്ചു. അവന്റെ അടുത്ത് തന്നെ ശ്രീനന്ദയും ഉണ്ട്. മോളെ, കഴിക്ക്, ശ്രീനന്ദയോട് പറഞ്ഞ ശേഷം ഏതോ ലോകത്തെന്ന പോലെ ഇരുന്ന അഥർവിനെ അവർ തട്ടി വിളിച്ചു. ഒരു ഞെട്ടലോടെയാണ് അവൻ ഇന്ദ്രയുടെ മുഖത്തേക്ക് നോക്കിയത്. മാമ്പഴം കഴിക്കും മോനെ. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് മാമ്പഴം. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് അവൻ കഴിച്ചു. ശേഷം അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങിപ്പോയി. മാമ്പഴം കണ്ടാൽ ഒറ്റയിരിപ്പിന് മുഴുവൻ കഴിച്ചു തീർക്കുന്നവനാണ്. ശ്രീനന്ദയോട് പറഞ്ഞുകൊണ്ട് ഇന്ദിര അവന്റെ പിന്നാലെ ചെന്നു. ശ്രീനന്ദയും ആര്യനും അവിടെ ഇരുന്ന് മാമ്പഴം കഴിക്കുമ്പോൾ ഇന്ദിര അഥർവിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങുന്നു അവർക്കും അറിയില്ല. മോനെ, പിന്നിൽ നിന്ന് ഇന്ദിരയുടെ ശബ്ദം കേട്ടത് അഥർവൊന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. അവർ പറഞ്ഞു, രാവിലെ പോകുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഇന്ദിര അസ്വസ്ഥമായ മനസ്സോടെ തിരക്കി. മക്കളുടെ കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ശരിയില്ലെന്നറിയാതിരുന്നിട്ട് ഇന്ദിരയ്ക്കത് ചോദിക്കണമെന്ന് തോന്നി. താനും നന്ദയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലമ്മേ. ഇത് ബിസിനസ്സിലെ ചെറിയ ചെറിയ ടെൻഷൻസ് അല്ലാതെ മറ്റൊന്നുമില്ല. നന്ദയും എന്നോട് ഇതേപ്പറ്റി ചോദിച്ചു. അവളോടും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അമ്മ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് അവളെ വിഷമിപ്പിക്കരുതെന്നും അവൻ അമ്മയോട് പറഞ്ഞു. അഥർവ് പറഞ്ഞത് കേട്ട് ഇന്ദിര ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ആ സമയം ശ്രീനന്ദയും വല്ലാത്തൊരു ആലോചനയിലായിരുന്നു. ആര്യൻകുട്ടൻ ഓണാക്കി വെച്ചിരിക്കുന്ന ടി വിയിലേക്കാണ് അവളുടെ കണ്ണുകളിൽ. പക്ഷെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് ഇന്ദിരയ്ക്ക് തോന്നി. അതുകൊണ്ട് അവളെ ശല്യപ്പെടുത്താതെ അവർ നേരെ അകത്തേക്ക് പോയി. മുറിയിലെത്തിയ ഇന്ദിര സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് മാധവൻ ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വന്നു. താനെന്താ വെരുകിനെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അയാൾ ചോദിച്ചു. അല്ല, അത് പിന്നെ മാധവേട്ടാ, അഥർവിന് എന്തൊക്കെയോ വല്ലായ്മ. അതെന്താ, അവന് സുഖമില്ലേ? ഏയ്, അതല്ല മാധവേട്ടാ. അവനും നന്ദയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നു എനിക്ക്. ഞാൻ അവനോട് ഇപ്പോൾ അതേപ്പറ്റി സംസാരിച്ചു. പക്ഷെ അവൻ എനിക്ക് മറുപടി തരുന്നില്ല. അവൻ പറയുന്നത് ബിസിനസ്സിലെ എന്തൊക്കെയോ ടെൻഷനാണെന്നാ. അവൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഈ ബിസിനസ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ മുമ്പ് അവൻ നേരിട്ടിട്ടുണ്ട്. അന്നേരമൊക്കെ കാര്യകാരണ സഹിതം നമ്മളോട് പറഞ്ഞിരുന്നവനാ. ഇന്നിപ്പോ ബിസിനസ്സിലെ ടെൻഷൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടേക്കുന്നു. താൻ ടെൻഷനാവാതെ നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ അവർ തമ്മിൽ പ്രശ്നമാണെങ്കിൽ പോലും ആദ്യം അവർക്കിരുവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരിഹരിക്കാനൊരു അവസരം നമ്മൾ കൊടുക്കണ്ടേ? ഞാൻ അഥർവ് ശ്രീനന്ദയെ വിവാഹം കഴിച്ച സമയത്തും ഇത് തന്നെയല്ലേ പറഞ്ഞത്? എന്തൊരു കാര്യത്തിനും നമുക്ക് ആദ്യം വേണ്ടത് സമാധാനമാണ് ഇന്ദിരെ. മാധവൻ ഇന്ദിരയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. തൽക്കാലം താൻ പോയി മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകും. അല്ലാതെ ആവശ്യമില്ലാതെ ഇത് തന്നെ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ അറിയാലോ, പ്രഷറൊക്കെ അങ്ങ് കയറും. എന്തിനാണ് വെറുതെ നമ്മളായിട്ട് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത്? മാധവൻ പറഞ്ഞപ്പോൾ ഇന്ദിരയ്ക്കും തോന്നി അതാണ് ശരിയെന്ന്. വൈകിട്ട് ആഹാരം കഴിക്കുമ്പോഴും ഇരുവരും വല്ലാത്തൊരു മൗനമായിരുന്നു. ശ്രീനന്ദ കഴിക്കുന്നതോടൊപ്പം ആര്യന് വാരി കൊടുക്കുന്നുണ്ടെങ്കിലും അഥർവിന്റെ നോട്ടം കൂടുതൽ സമയം നീണ്ടത് ആര്യനിലേക്കാണ്. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അഥർവ് പ്ലേറ്റിലേക്ക് എടുത്ത ഭക്ഷണം പോലും കഴിക്കാതെ കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റതും ഇന്ദിര അവനെ നോക്കി. ശ്രീനന്ദയും അതേ സമയത്താണ് അഥർവിനെ നോക്കിയത്. പക്ഷെ ഇരുവരും അവനോട് ഒന്നും തന്നെ ചോദിച്ചില്ല. അതോടുകൂടി നന്ദയ്ക്കൊരു കാര്യം മനസ്സിലായി. അഥർവിന്റെ ടെൻഷൻ അത് താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നിസ്സാര ടെൻഷൻ അല്ലെന്ന്. അഥർവ് ആഹാരം കഴിക്കാതെ പോയത് കൊണ്ട് തന്നെ ശ്രീനന്ദയും എടുത്ത ഭക്ഷണം എങ്ങനെയൊക്കെയോ ഒരുവിധം കഴിച്ചെന്ന് വരുത്തി തീർത്തു. അച്ഛാ, ഞാനിന്ന് അച്ഛമ്മയുടെ കൂടെയാ കിടക്കുന്നത്. മുകളിലേക്ക് പോകാൻ തുടങ്ങിയ അഥർവിനെ നോക്കി ആര്യം വിളിച്ചു പറഞ്ഞു. വേണ്ട ആര്യം, നീ ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നാൽ മതി. അഥർവ് തീർത്ത് പറഞ്ഞു. അച്ഛമ്മ പ്ലീസ്, അച്ഛൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക. ആര്യൻകുട്ടൻ കെഞ്ചുന്നത് പോലെ പറഞ്ഞതും ഇന്ദിര വല്ലായ്മയോടെ അഥർവിന്റെ മുഖത്തേക്ക് നോക്കി. എടാ, മോൻ പറയുന്ന കേട്ടില്ലേ? ഇന്ന് ഒരു ദിവസം കൂടി അവൻ ഞങ്ങളുടെ കൂടെ കിടക്കട്ടെ. വേണ്ടമ്മേ, ഇന്നലെയൊക്കെ അവൻ അമ്മയുടെ കൂടെയല്ലേ കിടന്നത്. നോക്കാരി, ആഹാരം കഴിച്ചു കഴിഞ്ഞ് നേരെ അച്ഛൻ്റെ റൂമിലേക്ക് വന്നേക്കണം, കേട്ടല്ലോ? അത്രയും പറഞ്ഞുകൊണ്ട് അഥർ മുകളിലെ മുറിയിലേക്ക് നടന്നു. ഇതെന്താ ഇപ്പൊ ഇവന് ഇങ്ങനെ ദേഷ്യം? ഇന്ദിര ആരോടുന്നല്ലാതെ പറഞ്ഞു.
ശ്രീനന്ദ് അത് ശ്രദ്ധിക്കാത്തതുപോലെ നിന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് ആര്യൻകുട്ടനെയും കൂട്ടിയായിരുന്നു ശ്രീനന്ദ മുകളിലേക്ക് പോയത്. അതോടൊപ്പം എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി ബാൽക്കണി നിൽക്കുകയാണ്. അവർ റൂമിലേക്ക് വന്നിട്ടും അഥർവിനെ കാണാതായതോടെ ശ്രീനന്ദ ആര്യനെയും കയ്യിലെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്ന് നിന്നു. പുറത്ത് തെളിഞ്ഞു കാണുന്ന ഇരുട്ടിലേക്ക് നോക്കി ആലോചനയോടെ നിൽക്കുകയാണവൻ. ശ്രീനന്ദയും ആര്യനും തനിക്ക് അടുത്തേക്ക് വന്നതും അഥർവ് ഒരു കൈകൊണ്ട് അവരെ രണ്ടുപേരെയും തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ഇരുവരും പരസ്പരം മിണ്ടിയില്ല. ശ്രീനന്ദയുടെ തോളിലിരുന്ന് ആര്യൻകുട്ടൻ ഉറക്കം തൂങ്ങുന്നു കണ്ടതും അഥർവ് അവനെ കൈകളിലേക്ക് വാങ്ങി. ശേഷം ശ്രീനന്ദയും ചേർത്ത് പിടിച്ചുകൊണ്ട് തിരികെ മുറിയിലേക്ക് വന്നു. ബെഡിലേക്ക് ആര്യനെ ഉണർത്താതെ പതിയെ കിടത്തി. അരികിലേക്ക് അഥർവും കിടന്നു. ഒരു നെടുവീർപ്പോടെ അഥർവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീനന്ദയും ആര്യൻകുട്ടൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. പതിവിന് വിപരീതമായി അഥർവ് ആര്യൻകുട്ടനെ തന്റെ ഉടലോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചാണ് കിടന്നത്. നിറഞ്ഞ കണ്ണുകളോടെ അതീവ സന്തോഷത്തോടെ ആ കാഴ്ച നോക്കിക്കിടന്നുകൊണ്ട് മെല്ലെ ശ്രീനന്ദയും ഉറക്കത്തിലേക്ക് വഴുതി വീണു. തുടരും.